ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഐഡിയോളജിക്കൽ ഇമേജസ് ഓഫ് ഇന്ത്യ യൂണിറ്റ് 3 ആണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താണ്? സാരേ ജഹാം സെ അച്ഛ ഹിന്ദു സിത ഹമാര, ബെറ്റർ ദാൻ ഓൾ ദ വേൾഡ് ഈസ് അവർ ഇന്ത്യ. അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും വളരെ പരമോന്നതമായ ഒരു വാക്കാണ് ഇത്. ഈസ് ദ വെരി പോയിറ്റിക് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഇമേജസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റീസ്. വെരി പോയിറ്റിക് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ഇമേജസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയാണ് ഇത് കാണിക്കുന്നത്. ആസ് ഡിസ്ക്രൈബ്ഡ് ബൈ ആരാണ്? ദ ഗ്രേറ്റ് പോയിറ്റ് ആയിട്ടുള്ള അൽമ ഇക്ബാലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഹാസ് വിത്സ്റ്റഡ് സോഷ്യൽ ഹെട്രോജനിറ്റീസ് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സോഷ്യൽ, എത്നിക്, കാസ്റ്റ്, കമ്മ്യൂണൽ ആൻഡ് റിലീജിയസ് പ്ലൂറലിസം, മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ്, കോൺട്രസ്റ്റിംഗ് styles of party leadership and clashing ideological perspectives. എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത്? ഡിഫറെൻറ്റ് തരത്തിലുള്ള ഡൈവേഴ്സിറ്റി, സോഷ്യൽ, എത്നിക്, കാസ്റ്റ്, കമ്മ്യൂണൽ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സമാഹാരം ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കൂട്ടമാണ്. Giving a descriptive images of Indian change in social, political and cultural climate in the post-colonial period. അല്ലേ, പോസ്റ്റ് കൊളോണിയൽ പീരീഡ് ടൈമിലുള്ള ഇന്ത്യയുടെ കൾച്ചറലായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെയാണ് പറയുന്നത്. പിന്നെന്താ, പിന്നെ അതിൽ പറയുമ്പോൾ ദിസ് യൂണിറ്റ് അറ്റംപ്റ്റ് ടു പ്രൊവൈഡ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐഡിയോളജിക്കൽ ഇമേജിങ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂസാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്ത പേജിൽ നോക്കുക. ഐഡിയോളജിക്കൽ ഇമേജസ് വിത്തിൻ സോഷ്യോളജി. ഐഡിയോളജി ഈസ് ബ്രോഡ്ലി അണ്ടർസ്റ്റുഡ് ആസ് റിഫറിങ് ടു ദി വേൾഡ് വ്യൂ എ പേഴ്സൺ ഓർ എ സൊസൈറ്റി ഹാസ് റിഗാർഡിങ് ദി സം ടോട്ടൽ ഓഫ് ദെയർ കൾച്ചർ, വാല്യൂസ്, ബിലീഫ്സ്, അസംഷൻസ്, കോമൺ സെൻസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. ഒരു വ്യക്തിയുടെയോ ഒരു പേഴ്സൻ്റെയോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെയോ കൾച്ചറലായിട്ടുള്ള, അവരുടെ സാംസ്കാരികപരമായിട്ടുള്ള, അവരുടെ വിശ്വാസത്തിൻ്റെ, അവരുടെ മതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ അസംഷൻ്റെ എല്ലാം ഒരു ടോട്ടൽ സമ്മാണ് എന്തെന്ന് പറയുന്ന ഐഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഐഡിയോളജി ഈസ് എ സിസ്റ്റം ഓഫ് കൺസെപ്റ്റ് ആൻഡ് വ്യൂ വിച്ച് റിഫർ ടു മേക്ക് സെൻസ് ഓഫ് ദി വേൾഡ് വൈൽ ഒബ്സ്ക്വറിങ് ദി സോഷ്യൽ interests that are expressed therein. Social interest. Okay, in fact ideology gives an identity within society, within groups and in a relation to other people. സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിറ്റീസ് തരികയാണ്. ഇപ്പം നമ്മുടെ സോഷ്യലായിട്ടുള്ള സൊസൈറ്റിയെ കുറിച്ച്, അതുപോലെ തന്നെ ആ സൊസൈറ്റിയിലുള്ള വിത്തിൻ ഗ്രൂപ്പ്സിനെ കുറിച്ചുള്ള ഒരു ഐഡൻറ്റിറ്റീസാണ് തരുന്നത്. Society within groups and in relation to other people. Ideological images refer to a clear description or portrayal of society which is unique. Society unique ആണല്ലേ, and show how throughout action and interaction of people are shaped across cultural space and time, and what happens to societies at large in the holistic journey of transition and transformation. അതായത് ഹോളിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള എന്താണ് ആൾക്കാരുടെ ആ ഒരു ഇൻട്രാക്ഷനും അവരുടെ ആക്ഷൻസും ഒക്കെയാണ് പറയുന്നത്. ഇനി ഐഡിയോളജിക്കൽ ഇമേജസ് ഓഫ് ഇന്ത്യ, അതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എ നേഷൻ ആൻഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഗ്ലോബൽ കൺസെൻസ് ഓൺ ഇന്ത്യ ദാറ്റ് ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ് ഓവർ ദി ഇയർ is that it built itself in a culture of pluralism and nationalism of its own. ഇന്ത്യയിൽ കൾച്ചറലിസം അതുപോലെ പ്ലൂറലിസം. കൾച്ചറലിസം എന്ന് പറയുന്നത് എന്താണ്? മതപരമായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലൂറലിസം എന്ന് പറയുമ്പോൾ ഒരു ബഹുസ്വരതയിൽ, ആ ബഹുസ്വരതയുടെയും ഒരു വൈവിധ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദി പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യ ലെറ്റ്സ് ദി സ്റ്റോറി ഓഫ് ദി സക്സസ് of the largest democracy in the world within a return
കോൺസ്റ്റിറ്റ്യൂഷൻ. പോസ്റ്റ് കൊളോണിയലായിട്ടുള്ള ഇന്ത്യയുടെ സക്സസ് സ്റ്റോറീസ് നോക്കുകയാണെങ്കിൽ ഡെമോക്രസി ഇൻ ദി വേൾഡ് വിത്തിൻ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൽ പറയുന്നത് സെലിബ്രേഷൻ ഓഫ് ദി ഇന്ത്യ കാൾഡ് ഇന്ത്യൻ ഐഡിയോളജി. എന്താണ് സെലിബ്രേഷൻ ഓഫ് ഇന്ത്യസ് ഈസ് കാൾഡ് ഇന്ത്യൻ ideology. This Indian ideology of celebration of the idea of India is shared in different hues by a vast majority of Indian intellectuals within India and those settled abroad. Majorities of ഇന്ത്യൻസിലുള്ള ആൾക്കാരും അബ്രോഡിൽ സെറ്റിൽഡ് ആണെന്നാണ് പറയുന്നത്. Ideologies refer to a system of ideas that aspire both to explain the world and to change. ഓക്കെ. പിന്നെ പ്ലൂറലിസം എന്താണെന്നാണ് അടുത്ത ഇതിൽ തന്നിട്ടുള്ളത്. അതായത് ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിച്ച് പറയുന്നത് പ്ലൂറലിസം, ബഹുസ്വരത. എല്ലാ മതക്കാരും എല്ലാ കൾച്ചറിലുള്ള ആൾക്കാരും എല്ലാവരും ഒന്നിച്ച് ചേർന്നതാണ് നമ്മുടെ ഇന്ത്യ. അതാണ് വലിച്ച് ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നത്. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലൂറലിസം ഈസ് അക്നോളേജിങ് ദി ഫാക്ട് ദാറ്റ് മൾട്ടിപ്പിൾ പവർ ഗ്രൂപ്പ്സ് ഷുഡ് എക്സിസ്റ്റ് ആൻഡ് കോമ്പറ്റ് ഇൻ എ ഫ്രീ ആൻഡ് ഓപ്പൺ പ്ലേസ് ഓഫ് ഐഡിയാസ്. കണ്ടോ? അതായത് പല ആൾക്കാരുടെയും ഇപ്പോൾ പല ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ആ പല ആൾക്കാരുടെയും അവരുടെ അറിവുകളെല്ലാം ഓപ്പൺ മൈൻഡിൽ പറഞ്ഞ ഐഡിയാസ് ഷെയർ ചെയ്യുക, അല്ലേ? അതിൽ നിന്ന് ഒരു മെയിൻ ഇതിലോട്ട് വ്യൂ പോയിന്റിൽ എത്തുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രം വിച്ച് പോളിസീസ് ആൻഡ് law are generated to govern the society. അങ്ങനെയാണ് ഓരോ പോളിസീസും അതുപോലെ തന്നെ ലാസുകളും സൊസൈറ്റിയിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് സൊസൈറ്റി ഇൻ വിച്ച് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻക്ലൂഡിങ് മൈനോറിറ്റീസ് മെയിൻറ്റെയിൻ ദെയർ ഇൻഡിപെൻഡൻറ്റ് കൾച്ചറൽ ട്രഡീഷൻസ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. അല്ലേ? മൈനോറിറ്റിയിൽപ്പെട്ട താഴ്ന്ന ഇതിലുള്ള ആൾക്കാർക്ക് അവരുടെ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ട്രഡീഷൻസൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു. ഒരു റെസ്ട്രിക്ഷനോ അതൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിന് അവരെ ആരും തടയുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ പറയുന്നത് ഇൻ സിമ്പിൾ ടേംസ് ക്യാൻ ആൾസോ ബി എ സിറ്റുവേഷൻ വെയർ പീപ്പിൾ വിത്ത് ഡിസഗ്രീയിങ് ബിലീഫ് ലൈവ് ഇൻ ദി സെയിം സൊസൈറ്റി പീസ്ഫുൾ വിത്തൗട്ട് ഡിസ്ബേർഡിങ് ദെയർ ബിലീഫ്. ഓക്കെ, അതൊന്നും വേണ്ട. സിൻസ് ടൈം ഇമ്മോർട്ടൽ ഇന്ത്യ ഈസ് എ ഹോം ടു ന്യൂമറസ് ലാംഗ്വേജ്, റിലീജിയൻസ്, ട്രൈബ്സ്, റേസ്, കാസ്റ്റ്. കണ്ടോ? അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് പല ട്രൈബ്സ്, കാസ്റ്റ്, പിന്നെ റിലീജിയസ്, റേസ്, സബ് കാസ്റ്റസ്, ഇതിൻ്റെ എല്ലാം ഒരു ഇതാണ്. ഡിപ്പെൻഡിങ് കൾച്ചറൽ പ്ലൂറലിസം ഉണ്ട്. റിലീജിയസ് പ്ലൂറലിസം ഹാസ് എ ഡിഫറെൻറ്റ് എക്സ്റ്റെൻഷ്യൽ പ്രിഡിക്മെൻറ്റ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ റിലീജിയസ് പ്ലൂറലിസം ഈസ് എ ബിലീഫ് ദാറ്റ് വൺ ക്യാൻ ഓവർകം റിലീജിയസ് ഡിഫറൻറ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റിലീജിയസ് ആൻഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ദി സെയിം റിലീജിയൻ. ഇപ്പം പലതരത്തിലുള്ള റിലീജിയസിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്തിട്ട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടി വരുന്നത് സ്വാഭാവികമായിരിക്കും. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്? അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റും ഇല്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതൊക്കെ പോട്ടെ. പിന്നെ ലാസ്റ്റ് ഒരു നോക്ക്. സെക്കുലറിറ്റിസം ഇൻ വെസ്റ്റേൺ നോഷൻ ഈസ് എ പ്രാക്ടീസ് ഓഫ് സെപ്പറേറ്റിംഗ് സ്റ്റേറ്റ് ഫ്രം റിലീജിയൻ. സെക്കുലാരിറ്റിസമാണ് എന്തെന്ന് പറയുന്നത് വെസ്റ്റേൺ നോഷനിൽ പറയുന്നത് ഈസ് എ പ്രാക്ടീസ് ഓഫ് സെപ്പറേറ്റിംഗ് സ്റ്റേറ്റ് ഫ്രം റിലീജിയനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇന്ത്യ ഹാസ് ഇറ്റ്സ് ഓൺ വെർഷൻ ഓഫ് സെക്കുലാരിറ്റിസം. ഇന്ത്യയുടേതായ ഒരു ഓൺ വെർഷനിൽ മതേതരത്വം ഉണ്ടെന്നാണ് പറയുന്നത്. കീപ്പിംഗ് ഇൻ വ്യൂ ദി പ്ലൂറസ്റ്റിക് സൊസൈറ്റി ആൻഡ് ബിലീഫ് ഓഫ് ദി പീപ്പിൾ. അവരുടേതായ ഒരു ബിലീഫുണ്ട്. ഇനി നോക്കുക. ഗാന്ധി ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ആൻഡ് കം ഔട്ട് വിത്ത് ഹിസ് ഇന്ത്യൻ വെർഷൻ ഓഫ് സെക്കുലറിറ്റിസം വിച്ച് മീൻസ് ഇക്വാലിറ്റി ഓഫ് ആൾ റിലീജിയൻ. അപ്പോൾ ഗാന്ധിജിയുടെ ആ ഒരു ഇന്ത്യൻ സ്ട്രഗിൾ അല്ലെ ഇൻഡിപെൻഡൻസിനായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ആ ടൈമിൽ നമ്മൾ ഈ സെക്കുലാരിറ്റിസം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു. അവിടെ എല്ലാവരും ഒന്നായിരുന്നു. എല്ലാവർക്കും ഒരു ഇക്വാലിറ്റി, സമത്വം
ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നാഷണലിസം എന്ന് വെച്ചാൽ ദേശീയത. നാഷണലിസത്തിൽ പറയുന്നത് ദേശീയത എന്ന് പറയുന്നത് നോക്കാം. സച്ചസ് ഇന്ത്യ നാഷണലിസം അസ്യൂം എ പൊളിറ്റിക്കൽ കൊണോഷൻ അറ്റ് ദി മാക്രോ ലെവൽ ആൻഡ് എ കൾച്ചറൽ കൊണോട്ടേഷൻ അറ്റ് ദി റീജിയണൽ ലെവൽ. അതായത് ദേശീയ തലത്തിൽ മാക്രോ തലത്തിൽ ഒരു രാഷ്ട്രീയ അർത്ഥവും പ്രാദേശിക തലത്തിൽ ഒരു സാംസ്കാരിക അർത്ഥവും ഏറ്റെടുക്കുന്നു എന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്ത്യ ഫേസസ് ദി അപ്ഹിൽ ടാസ്ക് ഓഫ് reconciling national integration efforts with the accommodation of multiple ethnic identities within the framework of a simple sovereign polities. അവിടെ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ എന്നത് സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ഉറവിടമാണ്. എന്നാൽ ഇന്ത്യയിലെ വിവിധ ഗോത്രങ്ങൾ, അതുപോലെ വംശങ്ങൾ, ജാതി എന്നിവയിൽ ഭാഷാ, ഗോത്രം ഒരു പരിധിവരെ മാത്രമേ എന്നിവ നിർണായകമാണ്. കാരണം അവ ഐഡൻറ്റിറ്റിയുടെ അടയാളമായി മാത്രമല്ല ദേശീയ രൂപീകരണത്തിനുള്ള പ്രായോഗിക അടിത്തറയും നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി മോറോവർ ദി ടേം ദേശ് ഇംപ്ലൈസ് നോട്ട് മിയർലി എ ടെറിട്ടറി, അല്ലെ പ്രദേശം എന്നൊരു ഇത് മാത്രമല്ല ദേശ് എന്നുള്ള ഒരു വേർഡിൽ നിന്ന് നൽകുന്നത് എന്നാണ്. ബട്ട് ആൾസോ പീപ്പിൾ, ലാംഗ്വേജ്, സ്റ്റൈൽ ഓഫ് ലൈഫ് ആൻഡ് പാറ്റേൺ ഓഫ് കൾച്ചർ. അതെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ചിലപ്പോൾ ഒരു പീപ്പിളിനെ ഒരു ആളിന്, അതുപോലെ തന്നെ ആ ആളിൻ്റെ ലാംഗ്വേജ്, അല്ലേ, അവരുടെ ഭാഷ, അവരുടെ സ്റ്റൈൽ ഓഫ് ലൈഫ്, അവരുടെ പാറ്റേൺ ഓഫ് കൾച്ചർ, ഫാക്ട്, നാഷൻ, യൂറോപ്പ്, അതൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നും വരാം. ഇനി Deshpande in 1983 observed that the concept of homeland is variously expressed in Indian vocabulary. ദേശ്പാണ്ഡെ 1983 നോക്കൂ, കൺസെപ്റ്റ് ഹോംലാൻഡ് വൊക്കാബുലറി ആയിട്ട് പറഞ്ഞിട്ടുള്ള ദേശം എന്നുള്ളതിന് നാട് അതുപോലെ രാഷ്ട്ര എന്നും പറഞ്ഞിട്ടുണ്ട്. ടു സം ഓഫ് ദിസ് ഇൻ അഡിഷൻ സെവറൽ ലിംഗ്വിസ്റ്റിക് ആൻഡ് ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യൻ പൊസസ് ഡിസ്റ്റിങ് ഹിസ്റ്ററി, കൾച്ചറൽ മിത്ത്, സിംബൽസ് ആൻഡ് വാല്യൂസ്, ഇതൊക്കെയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നോക്കാം, ദി കൊളോണിയൽ പോളിസീസ് ഓഫ് കീപ്പിംഗ് ഇന്ത്യ സെപ്പറേറ്റഡ് ഫ്രം ബ്രിട്ടീഷ് ഇന്ത്യ വാസ്. അതായത് ഇന്ത്യയെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വേർതിരിക്കുന്നത് കൊളോണിയൽ നയം ഒരുപക്ഷെ അഖിലേന്ത്യാ തലത്തിൽ ദേശീയതയുടെ വികാസത്തെ തടയുന്നതിന് രൂപകൽപ്പന ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ദേശീയത അഖിലേന്ത്യാ തലത്തിൽ വളരാൻ അധികം നാൾ വേണ്ടി വന്നില്ല എന്നാണ് ആ ഒരു ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിൽ ലാസ്റ്റ് ഇതിൽ പറയുന്നത്, apart from the all Indian level, nationalism in India was also seen at the regional national level. Okay, it is in this sense that the regional cultural nationalism different from the pan-Indian political nationalism. അപ്പോൾ റീജിയണലായിട്ടുള്ള നാഷണലിസം എന്നുള്ളത് ഡിഫറെൻ്റ് ആയിരുന്നു പാൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ നാഷണലിസത്തിൽ, വിച്ച് എയിംഡ് അറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആൻഡ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ സ്റ്റേറ്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നു അവർ മെയിനായിട്ട് എയിം ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. വീണ്ടും ഇവിടെ ഇന്ത്യ എന്നുള്ളത് ഒരുപാട് ഇതിൻ്റെ കൺസെപ്ഷനാണ്, അതൊക്കെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.